ഭയങ്കരമായിട്ട് ഹാൻഡ്ലൂം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ആ ഇൻഡസ്ട്രി നിലനിന്ന് പോകണം, അടുത്ത തലമുറയിലേക്ക് എത്തണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലും ഹാൻഡ്ലൂം വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ അതല്ലെങ്കിൽ ഞാൻ മെറ്റീരിയൽ ചൂസ് ചെയ്യുകയാണെങ്കിലും കോട്ടൺ, ലിനൻ, സിൽക്ക് അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് കൂടുതലും ചൂസ് ചെയ്യാറ്. ഭൂമിക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ എന്നുള്ള രീതിയിലും കൂടെ അങ്ങനത്തെ ഒരു ചോയ്സ് എടുക്കാറുണ്ട്. പിന്നെ കളേഴ്സ് ആണെങ്കിൽ അതെന്റെ മൂഡിനനുസരിച്ചാണ്. ചില സമയത്ത് എനിക്ക് ഭയങ്കര ഡീപ്പ് ഡാർക്ക് കളേഴ്സിനോടാണ് ഇഷ്ടം. അതല്ലെങ്കിൽ വളരെ കണ്ണിന് സുഖമുള്ള കളേഴ്സ്, ഏർത്തി കളേഴ്സ് എന്ന് പറയില്ല, അങ്ങനത്തെ കളേഴ്സ് ആണ് ചൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഉള്ളൂ. അതല്ലാണ്ട് എല്ലാം മൂഡിനെ ബേസ് ചെയ്താണ് സത്യം പറഞ്ഞാൽ. പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ഹാൻഡ്ലൂം പ്രിഫർ ചെയ്യുക, ഹാൻഡ് മെയ്ഡ് സാധനങ്ങളും കൂടുതൽ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കൂടെ ഹാൻഡ്ലൂം ഡ്രസ്സുകൾ കൂടുതൽ ഇടുന്നു, കോട്ടൺ, ലിനൻ അങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നു. അതാണ് എനിക്ക് സുഖവും. അത് ഭയങ്കര സുഖമല്ലേ നമുക്ക് ഇടാനും. അപ്പം അതിലങ്ങ് സുഖിച്ചു. ഇനി അത് മാറ്റുമ്പം ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. ചില ഫോട്ടോഷൂട്ട്സിനോ അല്ലെങ്കിൽ ചില ബ്രാൻഡിന്റെ ഒക്കെ വർക്കിനോ ആഡ്സിനൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ഹെവി സാധനമൊക്കെ ഇട്ടാൽ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ ഷൂട്ട് ആവുന്നില്ല, ഇതെന്ത് ബുദ്ധിമുട്ടാണ്, അങ്ങനത്തെയൊക്കെയുള്ള തോന്നൽ വരും. അപ്പം കംഫർട്ടബിൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്നുള്ളതാണ്. സിനിമയിൽ വരും മുന്നേ സിനിമയിൽ വരാൻ ഡിസൈഡ് ചെയ്തപ്പോൾ ഞാൻ തീരുമാനിച്ചത് നടുവട്ടത്തെ മനോഹരേട്ടന്റെയും കലച്ചേച്ചിയുടെയും മോളായിട്ട് എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമോ ആ ലൈഫ് സ്റ്റൈലിലാണ് ഞാൻ എല്ലാ കാലത്തും ജീവിക്കുക എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ അതിനേക്കാൾ താഴെ പോയോ എന്നാണ് എൻ്റെ ഒരു സംശയം.